ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസി ഇന്ത്യക്കാർ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഇനി കർശനമായി നിരീക്ഷിക്കപ്പെടും. അനധികൃത പണം കടത്ത്, നികുതി വെട്ടിപ്പ് എന്നിവ കണ്ടുപിടിക്കാനുള്ള പരിശോധനയാണ് നടക്കുകയെന്ന് കേന്ദ്ര ബജറ്റ് സൂചിപ്പിക്കുന്നു. പഠനത്തിനിടെ ജോലി ചെയ്ത് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ മുൻകൂട്ടി അറിയിക്കുന്നതാണ് സുരക്ഷിതം. പഠനത്തിനായി പോകുന്നു എന്ന് എമിഗ്രേഷനിൽ സാക്ഷ്യപ്പെടുത്തുന്നവർ പണം സമ്പാദിക്കുന്ന മാർഗങ്ങൾ അറിയാനും വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് വഴി മറ്റാരെങ്കിലും പണം അയക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുമാണ് പരിശോധന കർശനമാക്കുന്നത്. വിദ്യാർത്ഥികൾ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്നതോടെ ഇടപാടുകൾ സുതാര്യമാക്കാം. പ്രവാസി ഇന്ത്യക്കാരുടെ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാട് നിരീക്ഷിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി നൽകേണ്ടതില്ല. എന്നാൽ ഈ സൗകര്യം ഉപയോഗിച്ച് നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് അധികൃതർ സംശയിക്കുന്നുണ്ട്. ഇരട്ട നികുതി ഒഴിവാക്കാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പണമിടപാടുകളാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. നിലവിൽ പ്രവാസികൾ ഇന്ത്യയിൽ നികുതി റിട്ടേൺ നൽകണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഇന്ത്യയിൽ വരുമാനമുള്ള പ്രവാസികൾ നിർബന്ധമായും റിട്ടേൺ നൽകേണ്ടതുണ്ട്. ഇന്ത്യയിൽ 6 മാസത്തിലധികം താമസിച്ചാൽ പ്രവാസികളുടെ NRI പദവി സ്വാഭാവികമായും റദ്ദാകും. എന്നാൽ ഉയർന്ന വരുമാനക്കാർക്ക് ഇത് 4 മാസമായി കുറച്ചിട്ടുണ്ട്. 121 ദിവസം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചാൽ ഇവർക്ക് NRI പദവി നഷ്ടപ്പെടും. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരും ഇനി നാട്ടിൽ റിട്ടേൺ സമർപ്പിക്കുന്നതാണ് സുരക്ഷിതമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിൽ വരുമാനമില്ലെങ്കിൽ 0 വരുമാനം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇന്ത്യയിൽ രൂപയുടെ മൂല്യത്തിന് കുത്തനെ ഇടിവ് സംഭവിച്ചതോടെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് റെക്കോർഡ് നിരക്ക്. കഴിഞ്ഞ ഒരു ദിവസം ഒരു ദിനാറിന് 235 രൂപ വരെയാണ് ചില എക്സ്ചേഞ്ചുകളിൽ നിന്നും ലഭിച്ചത്. രൂപയുമായുള്ള ബഹ്റൈൻ ദിനാറിന്റെ കൈമാറ്റത്തിന് ഇത്രയും ഉയർന്ന നിരക്ക് ഇതാദ്യമായാണ് നൽകുന്നത്. നേരിട്ട് പണമയക്കാവുന്ന ആപ്പുകളിലും മികച്ച പ്രതികരണമായിരുന്നു ഇന്നലെ ഉണ്ടായതെന്ന് ബഹ്റൈനിലെ ഒരു മണി എക്സ്ചേഞ്ച് പ്രതിനിധി അറിയിച്ചു. മൂല്യത്തിന് കുത്തനെ ഇടിവ് സംഭവിച്ചതോടെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് റെക്കോർഡ് നിരക്കാണ്. രാജ്യത്തെ പൗരന്മാരെയും താമസക്കാരെയും ലക്ഷ്യമിട്ട് ഫോൺ തട്ടിപ്പ് നടത്തിയ 3 ഏഷ്യൻ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് പ്രവർത്തനങ്ങളുടെ പരമ്പര തന്നെ ഇവർ നടത്തിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തി. ബാങ്ക് കാർഡുകൾ അസാധുവാണെന്നും വിവരങ്ങൾ പുതുക്കണമെന്നും ആവശ്യപ്പെട്ട് ഫോൺ കോളുകളിലൂടെയാണ് ഇവർ ഇരകളെ വലയിലാക്കിയത്. ഇവരിൽ നിന്നും തന്ത്രപ്രധാന വിവരങ്ങൾ കരസ്ഥമാക്കിയതിനു ശേഷം ഇവ ഉപയോഗിച്ച് ഇരകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആക്സസ് നേടി പണം പിൻവലിക്കും. അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. അൽ അമറാത്തിൽ പുതിയ നടപ്പാതകൾ മസ്കറ്റ് ഗവർണറേറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. കാൽനട യാത്രക്കാർക്ക് പുറമെ സൈക്കിൾ സവാരി നടത്തുന്നവർക്കും ഇത് ഏറെ പ്രയോജനപ്പെടും. വിനോദ ഇടങ്ങളിലേക്ക് മികച്ച രീതിയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നതിനു പുറമെ സകല ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. 17,000 ചതുരശ്ര മീറ്ററിലുള്ള സ്ഥലത്ത് 1700 മീറ്റർ ദൂരം വരുന്നതാണ് നടപ്പാത. 4 മീറ്റർ വീതിയുണ്ടാകും. കൂടാതെ സൈക്കിൾ സവാരിക്ക് 4 മീറ്റർ വീതിയുള്ള ട്രാക്കുമുണ്ടാകും. ടാറായതിനാൽ ഉപയോക്താക്കൾക്ക് എളുപ്പമായ സഞ്ചാരം സാധ്യമാകും. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഓപ്പൺ ഫോറം വിളിക്കാത്തതുൾപ്പെടെയുള്ള വിവിധ അനാസ്ഥകൾക്കെതിരെ ഇന്ത്യൻ സ്കൂൾ ഇബ്രിയിലെ രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു. സ്കൂളിലെ വലുതും ചെറുതുമായ നിരവധി വിഷയങ്ങളിൽ രക്ഷിതാക്കൾക്ക് നേരിട്ട് അഭിപ്രായം പറയാനുള്ള അവസരം നിഷേധിക്കുന്ന മാനേജ്മെന്റ് നടപടിയിൽ അതൃപ്തിയും രോഷവും രക്ഷിതാക്കൾ രേഖപ്പെടുത്തി. 30ഓളം രക്ഷിതാക്കൾ ഒരുമിച്ച് സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് പ്രതിഷേധക്കുറിപ്പ് കൈമാറി. എത്രയും പെട്ടെന്ന് ഓപ്പൺ ഫോറം വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. രാജ്യത്തെ തൊഴിലാളികളുടെ പ്രതിവാര ഓഫിന്റെ അന്ന് തന്നെ പൊതു അവധി ദിവസം വന്നാലുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം വ്യക്തത വരുത്തി. 2022 രാജകീയ ഉത്തരവും 2023 രാജകീയ ഉത്തരവ് പ്രകാരമുള്ള തൊഴിൽ നിയമവും മുൻനിർത്തിയാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഓഫും പൊതു അവധി ദിവസവും ഒന്നിച്ചു വന്നാൽ 2022 രാജകീയ ഉത്തരവ് പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകണം. സ്ഥാപനത്തിലോ കമ്പനിയിലോ നിലവിൽ തന്നെ തൊഴിലാളികൾക്ക് അനുകൂലമായ സംവിധാനമുണ്ടെങ്കിലും
ഉത്തരവ് പ്രകാരമുള്ള നഷ്ടപരിഹാരം നടപ്പിലാക്കും. അത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് അനുയോജ്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. പ്രതിവാര ഓഫ് ദിവസമോ പൊതു അവധി ദിവസമോ ഓവർടൈം ജോലി ചെയ്യേണ്ടി വന്നാൽ തൊഴിൽ നിയമത്തിന്റെ 72-ാം അനുച്ഛേദം അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ രൂപയ്ക്ക് സർവകാല റെക്കോർഡ് തകർച്ചയുണ്ടായത് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് നേട്ടം. നിലവിൽ ഒരു റിയാലിന് 225 ഇന്ത്യൻ രൂപ ലഭിക്കും. $ഡോളർ കരുത്ത് പ്രാപിക്കുന്നതിനാലാണ് ഈ ഇടിവ്. രാജ്യത്തെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ 225.8 രൂപ വരെ ഒരു ഒമാനി റിയാലിന് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിരക്ക് താഴുമോ എന്ന് പലരും ഉറ്റുനോക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം എക്സ്ചേഞ്ച് നിരക്ക് 224.4 ആയിരുന്നു. ഏഷ്യൻ കറൻസികൾക്കാണ് ആഘാതമുണ്ടാകുന്നത്. തീരുവ ഉയർത്തിയത് ഡോളറിനെ ശക്തമാക്കുന്നതിനാൽ ഓഹരി വിപണികൾ പ്രതികരിക്കുന്നതിനാലാണ് രൂപ അടക്കമുള്ള കറൻസികൾ ഇടിയുന്നത്. ഇന്നലെ രാവിലെയുള്ള വ്യാപാരത്തിൽ ഡോളറിനെതിരെ 87.29 എന്ന നിലയിലേക്കാണ് രൂപ കൂപ്പുകുത്തിയത്. അതായത് $1 ലഭിക്കാൻ 87.29 രൂപ നൽകണം. ചൈന, മെക്സിക്കോ, കാനഡ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്കാണ് താരിഫ് വർദ്ധിപ്പിച്ചത്. ഇത് ഇക്വിറ്റി, ക്രിപ്റ്റോ വിപണികളിൽ വലിയ താഴ്ചയുണ്ടാക്കിയിരുന്നു. ഡോളർ അടുത്ത കാലത്തൊന്നും ഇടിയുമെന്ന സൂചനയും കാണിക്കുന്നില്ല. ഈ മാസം ലഭിച്ച ശമ്പളം നാട്ടിലേക്ക് അയക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ നേട്ടമാണിതുണ്ടാക്കുക. രൂപയുടെ തകർച്ച പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിദേശ വിനിമയ കരുതൽ ശേഖരത്തിൽ നിന്നും $77 ബില്യൺ ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.